ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി ഉയരുന്നു. എലിപ്പനി, ഡെങ്കിപ്പനി, വൈറൽ പനി എന്നിങ്ങനെ വിവിധതരം രോഗങ്ങൾ ജില്ലയുടെ പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട ടൗൺ ഉൾപ്പെട്ട പത്തനംതിട്ട നഗരസഭയിൽ ഉൾപ്പെടെ ഡെങ്കിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാലം എത്തിയതോടെ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഹോട്ട്സ്പോട്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പനി രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെത്തി ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കൊതുക് വളരാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ ഇല്ലാതാക്കണമെന്നും ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. നിലയ്ക്കലിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഇന്റഗ്രേറ്റഡ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് മക്കപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല ഉൾക്കൊള്ളുന്ന റാന്നി മണ്ഡലത്തിൽ മണ്ഡലകാലത്ത് മാത്രമല്ല എല്ലാ മാസവും നട തുറക്കുമ്പോൾ നിരവധി തീർത്ഥാടകർ എത്തുന്നുണ്ട്. റാന്നിയിലെ ആദിവാസി മേഖലയിലെ ഗർഭിണികളായ സ്ത്രീകൾക്കും അവരുടെ അമ്മമാർക്കും പ്രസവത്തോട് അടുക്കുന്ന ദിവസങ്ങളിൽ മുൻകൂട്ടി കണക്കാക്കി വന്നു താമസിക്കാൻ സംവിധാനം കൂടി ഒരുക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടൂർ, പന്തളം KSRTC ഡിപ്പോകളിൽ ദീർഘനാളായി നിർത്തിവച്ചിരുന്ന ഗ്രാമീണ ഓർഡിനറി സർവീസുകളുടെ ഫീസിബിലിറ്റി ബോധ്യപ്പെട്ട് സാധ്യമാക്കാവുന്ന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. അടൂർ KSRTC ഡിപ്പോ, പന്തളം ഓപ്പറേറ്റിംഗ് സെന്റർ എന്നിവയുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിർത്തിവച്ച പന്തളം, പെരുമൺ സർവീസിനെ അടൂർ ഡിപ്പോയുമായി ബന്ധപ്പെടുത്തി ക്രമീകരിച്ച് പുനരാരംഭിക്കുന്നതിനും തീരുമാനമായി. 1977 ജനുവരി 1 മുൻപ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്നവർക്ക് അതത് പ്രദേശത്ത് ബാധകമായ ഭൂപതിവ് ചട്ടങ്ങൾ അനുസരിച്ച് പട്ടയം നൽകും. നടപടിയുടെ ഭാഗമായി മാർച്ച് 1 മുതൽ 30 വരെ നടത്തിയ വിവരശേഖരണ പ്രക്രിയയിൽ അപേക്ഷ നൽകാൻ കഴിയാതെ പോയവർക്ക് ജൂലൈ 10 മുതൽ 25 വരെ അപേക്ഷ സമർപ്പിക്കാം. വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തിയ ഇടങ്ങളിൽ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർ, പ്രസ്തുത പരിശോധന നടക്കാത്ത സ്ഥലങ്ങളിലെ താമസക്കാർ, നാളിതുവരെ പല കാരണങ്ങളാൽ പട്ടയത്തിന് അപേക്ഷിക്കാത്തവർ തുടങ്ങി അർഹരായവർക്ക് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകാമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അറിയിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 21 ആരംഭിക്കും. നിലവിൽ 338 വള്ളസദ്യ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഒക്ടോബർ 2 വരെ നീളുന്നതാണ് വള്ളസദ്യ കാലം. പരമാവധി 500 വള്ളസദ്യ വരെ മുൻഗണനാക്രമത്തിൽ അനുവദിക്കും. ഒക്ടോബർ 26 അഷ്ടമിരോഹിണി വള്ളസദ്യ നടക്കും. 52 കരകളിൽ നിന്നുള്ള 52 പള്ളിയോടങ്ങളാണ് വള്ളസദ്യകളിൽ പങ്കെടുക്കുന്നത്. ഒരു ദിവസം പരമാവധി 15 പള്ളിയോടങ്ങൾക്കാണ് വഴിപാട് നടത്താൻ കഴിയുക. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 18 ആറന്മുള വള്ളം കളി നടക്കും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം കൈമാറി. സംസ്ഥാന സർക്കാരിന്റെ 5 ലക്ഷം രൂപയും നോർക്കയുടെ 9 ലക്ഷം രൂപയും അടങ്ങിയ 14 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണമാണ് പത്തനംതിട്ടയിൽ നടന്നത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും കുടുംബങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ തുക കൈമാറുമെന്ന് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ നായരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായ വിതരണം ചെയ്ത് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.